അതൊക്കെ പിന്നെ ഈ പ്രകടന പത്രിക വെച്ച് ഓഡിറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ടോ പലരും ചോദിക്കാത്തതുകൊണ്ടോ മാത്രമാണ് സത്യത്തിൽ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. വയനാട് പുനരധിവാസത്തില് അതൊക്കെ വളരെ ഹെർക്കൂലിയൻ ടാസ്ക് ആണ്, അല്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, സമാനതകളില്ലാത്ത ദുരന്തം 6 മാസത്തിനകം പുനരധിവാസം എന്ന് അവിടുത്തെ ജനങ്ങളോട് സർക്കാർ പ്രഖ്യാപിച്ചു തുടങ്ങിയാണ്. 2 വർഷം തികയുമ്പോൾ 178 വീടുകളിൽ ആദ്യത്തെ ലോട്ടിൽ ഇടം പിടിക്കാൻ വേണ്ടി നറുക്കുമായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്തോ PR ചെയ്യട്ടെ. KC വേണുഗോപാൽ പോയി കപ്പ എന്തോ നോക്കുന്നു, PD സതീശൻ വേറെ പണി നോക്കുന്നു, BJP വേറെ ചെയ്യുമായിരിക്കും. ഗോവിന്ദ മാഷയുടെ കീശയിലിട്ട കാശ് ആരുടേതാണെന്നുള്ള തർക്കം ഇപ്പോഴും നിൽക്കണം. ആ പാവം പിടിച്ച വൃദ്ധൻ എന്ത് സംഭവിക്കുന്നുള്ള നമ്മുടെയൊക്കെ ആശങ്ക. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? 10 കൊല്ലം ശക്തനായ പിണറായി വിജയൻ, ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ, മികച്ച ശൈലജ, മികച്ച വീണ ജോർജ്, P രാജീവ്, വ്യവസായങ്ങൾ ഇങ്ങനെ കുതിച്ചു ഒഴുകുകയാണ് കേരളത്തിൽ. P രാജീവ്, പിന്നെ MP രാജേഷ് ആണെങ്കിൽ 10 ലക്ഷം ഫയൽ സെറ്റിൽ ചെയ്തെന്നാണ് പറയുന്നത്. MP രാജീവ്